ഹലോ, വെൽക്കം ബാക്ക് മൈ ചാനൽ കുമ്പട്ടിങ്ങ വ്ലോഗ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കണം. ഞാനും സുഖമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇന്ന് എന്തിനെക്കുറിച്ചാണ് വീഡിയോ ചെയ്യാൻ പോകുന്നതെന്ന് എല്ലാവർക്കും തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. മെൻസ്ട്രൽ കപ്പ്. ഇന്ന് നമ്മുടെ വിപണിയിൽ മെൻസ്ട്രൽ കപ്പിൻ്റെ ഒരുപാട് ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. ഞാൻ കുറേ നാളായി വിചാരിക്കണം മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന്. ഉള്ളിലെ പേടികൊണ്ടും പിന്നെ ബാക്കിയുള്ള ആൾക്കാർ പറഞ്ഞ് പേടിപ്പിച്ചതിൻ്റെ പേരിലും ഞാനങ്ങനെ നീണ്ടു പോയതാണ്. അതുമാത്രമല്ല കേട്ടോ, നമ്മൾ പ്രത്യേകിച്ചൊരു ഇൻറ്റിമേറ്റ് ഏരിയ പ്രമാണിച്ചിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത്രയും ഹൈജീനായ ഒരു പ്രൊഡക്റ്റിനെ പറ്റി നമുക്ക് ഒരു ലോജിക്കും ഇല്ലാണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാനായിട്ട് നമുക്ക് പറ്റില്ല. എനിക്ക് പറ്റില്ല. സോ അതുകൊണ്ടും കൂടിയാണ് ഇങ്ങനെ നീണ്ടു പോയത്. ഒരുപാട് ഞാൻ നീട്ടി പറയണില്ല. സോ നമുക്ക് വീഡിയോയ്ക്ക് പോവാം. വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നുവെച്ചാലാണ് ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാനായിട്ട് സാധിക്കുള്ളൂ. സോ നമുക്ക് വീഡിയോയ്ക്ക് പോവാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ല എന്നെനിക്ക് വ്യക്തമായിട്ട് അറിയാം. അത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബേഴ്സ് ഒരുപാട് പേര് വളരെ നന്നായിട്ട് വ്യക്തമായിട്ട് ഇൻറ്റൻഷ്യലി ഇരുന്ന് അവിടെ അനുഭവങ്ങൾ പങ്കുവെച്ചിട്ടുണ്ട്. യൂട്യൂബിൽ ചാനൽ ഓരോരുത്തരുടെ ചാനലിലുണ്ട്. സോ സത്യം പറയുകയാണെന്ന് വെച്ചാൽ ഞാനും ഈ യൂട്യൂബ് ചേച്ചിമാരുടെ പ്രചോദനത്തിൽ നിന്നുണ്ടായത് തന്നെയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു പെട്ടെന്നൊരു ദിവസം ഒരു മെൻസ്ട്രൽ കപ്പ് മേടിച്ച് ഉപയോഗിച്ച് അതിൻ്റെ റിസൾട്ട് പറയാൻ വന്ന ഒരാളല്ല. ഓക്കെ, ഞാൻ അവരുടെ വീഡിയോസൊക്കെ എടുത്ത് കണ്ട് ജസ്റ്റ് ഒരു എൻക്വയറി പോലെ ഫുള്ളായിട്ട് ചെയ്ത് അവർ പറഞ്ഞതിൽ കാര്യമുണ്ട്, സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ ഉപയോഗിച്ച് അതിൻ്റെ ഒരു എന്താ പറയുക, എങ്ങനെയുണ്ട് സംഭവം, സൈഡ് എഫക്റ്റ് ഉണ്ടോ, നമുക്ക് എങ്ങനെയാണ് അത് ഉപകരിക്കുന്നത് എന്ന് ജസ്റ്റ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് പറഞ്ഞു തരണം എന്ന് തോന്നി. സോ അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നത് തന്നെ. പീരിയഡ്സ് ടൈമിൽ നമ്മൾ പലതരത്തിലുള്ള ഹൈജീൻ കെയർ പ്രോഡക്ട്സ് യൂസ് ചെയ്യാറുണ്ട്. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ അമ്മമാരൊക്കെ സാനിറ്ററി പാഡിനെ കുറിച്ച് കേട്ടിട്ടും കൂടി ഉണ്ടാവില്ല. പണ്ടൊക്കെ ആണെങ്കിൽ തുണിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാനും ആ ഒരു ലെവലിലേക്ക് വന്നപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ തുണി തന്നെയായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അത് പതുക്കെ സാനിറ്ററി പാഡായി. അത് പിന്നെ കുറച്ചുകൂടി പുരോഗമിച്ച് ടാമ്പോൺസ് വരെ എത്തി. ഇപ്പോൾ അത് നമ്മുടെ മെൻസ്ട്രൽ കപ്പിൽ വരെ എത്തി നിൽക്കുകയാണ് നമ്മുടെ ഹൈജീൻ കെയർ പ്രോഡക്ട്സ് എന്ന് പറയുന്ന സംഭവങ്ങൾ. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് മെൻസ്ട്രൽ കപ്പ്? മെൻസ്ട്രൽ കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഒരു ഇൻറ്റിമേറ്റ് ഹൈജീൻ കെയർ പ്രോഡക്റ്റാണ് മെൻസ്ട്രൽ കപ്പ്. പീരിയഡ്സ് ടൈമിൽ വെജീന വഴി ഇൻസേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഉപയോഗപ്രദമാക്കുന്നത്. ഗർഭാശയ ഭിത്തിയിൽ നിന്നും വരുന്ന ബ്ലഡ് ലീക്കേജ് ഇല്ലാതെ കളക്ട് ചെയ്യലാണ് മെൻസ്ട്രൽ കപ്പിൻ്റെ പ്രോസസ്സ് വന്നിട്ട്. സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കാറുള്ള സാനിറ്ററി പാഡ്, ടാമ്പോൺസ് ഒക്കെ ബ്ലഡ് അബ്സോർബ് ചെയ്യാണ് ചെയ്യാറ്. പക്ഷേ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്ന ഐറ്റം നമ്മുടെ ഫ്ലൂയിഡ് രൂപത്തിലുള്ള ബ്ലഡ് അതുപോലെ തന്നെ കപ്പിലേക്ക് കളക്ട് ചെയ്യലാണ് ചെയ്യുന്നത്. ഫ്ലൂയിഡ് രൂപത്തിൽ തന്നെ കളക്ട് ചെയ്യുന്നത് മൂലം നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്കത് ക്ലീൻ ചെയ്യാനും സാധിക്കുന്നതാണ്. അതിലുപരി സാനിറ്ററി പാഡും ടാമ്പോൺസും നമുക്ക് യൂസ് ആൻഡ് ത്രോ പ്രോസസ്സാണ് അല്ലേ. പക്ഷേ ഇത് നമുക്ക് വളരെയധികം നമ്മുടെ പ്രകൃതിക്ക് വിപരീതമായിട്ടാണ് നടക്കുന്നത്. എൻവിറോൺമെൻറ്റൽ പ്രോബ്ലംസ് ഒരുപാട് ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ സാനിറ്ററി പാഡിൻ്റെ ഒരു പ്രോസസ്സ് വന്നിട്ട്. അല്ല, നമ്മൾ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സാനിറ്ററി പാഡ് നമുക്ക് ഉപയോഗശേഷം നമ്മൾ എന്താ ചെയ്യുക, കത്തിച്ച് കളയും. അതല്ലാത്ത പക്ഷേ ഈ ഹോസ്റ്റലേഴ്സിനൊക്കെ നമുക്കറിയാം. ഞാനൊക്കെ ഹോസ്റ്റലിൽ നിന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഹോസ്റ്റലേഴ്സിനൊക്കെ കൂടുതലും അറിയാം. നമ്മൾ ജസ്റ്റ് അവിടെ നമ്മൾ അത് ഡിസ്പോസ് ചെയ്യാണ് ചെയ്യാറ്. ഒരു വേസ്റ്റ് ബിൻ ഉണ്ടാവും. അവർ ഓൾറെഡി നമുക്ക് വാർഡൻ പറയും നമുക്ക് ജസ്റ്റ് അവിടെ ഡിസ്പോസ് ചെയ്താൽ മതി എന്ന് പറയും. അവരെന്താണ് ചെയ്യുന്നത്, കത്തിച്ച് കളയാണോ അത് വേറെ വേസ്റ്റ് ബിന്നിലേക്ക് അത് കളയാണോ എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. അതാണ് സാനിറ്ററി പാഡിൻ്റെയും ടാമ്പോൺസും മെൻസ്ട്രൽ കപ്പും തമ്മിലുള്ള വ്യത്യാസം അങ്ങനെയാണ്. ബട്ട് മെൻസ്ട്രൽ കപ്പ് ഒരിക്കലും നമുക്ക് യൂസ് ആൻഡ് ത്രോ പ്രോസസ്സ് അല്ല വരുന്നത്. നമുക്കിതിന് 10 വർഷത്തെ വരെ വാറൻറ്റി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. ഒരു മെൻസ്ട്രൽ കപ്പിൻ്റെ റേറ്റ് വന്നിട്ട് 400 റുപ്പീസ്. അത് 10 വർഷത്തെ വാറൻറ്റിക്ക് നമുക്ക് അവർ തരുന്നുണ്ട്. ഒരു സാനിറ്ററി പാഡിൻ്റെ അല്ലെങ്കിൽ ഒരു മാസത്തെ നമുക്ക് സാനിറ്ററി പാഡ് വരുന്നത് എങ്ങനെ പോയാലും ഒരു 300-400 റുപ്പീസിന് നമ്മൾ മേടിക്കുകയാണ്. ഒരു വർഷത്തെ തന്നെ എമൗണ്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ എത്ര എമൗണ്ട് വരും. എന്തിനു പറയുന്നു, ആ സെയിം എമൗണ്ട് തന്നെയാണ് നമുക്ക് ഈ 10 വർഷത്തെ മെൻസ്ട്രൽ കപ്പിൻ്റെ എമൗണ്ട് നമ്മൾ പേ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഏതായിരിക്കും കുറച്ചും കൂടി നമുക്ക് എക്കോജനിക്കായിട്ട് നമുക്ക് കൂടുതലും യൂസ് ചെയ്യാൻ പറ്റുന്നത് ഏതായിരിക്കും? എക്കണോമിക്കലി നമുക്ക് ഏറ്റവും നല്ലതും എക്കോജനിക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് മെൻസ്ട്രൽ കപ്പ് തന്നെയാണ്. ഓക്കെ, മെൻസ്ട്രൽ കപ്പ് നിർമ്മിച്ചിട്ടുള്ളത് മെഡിക്കൽ ഗ്രേഡ് സിലിക്കൺ ഉപയോഗിച്ചിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ
എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാവുമോ, എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാവുമോ എന്നുള്ള ഭയവും നമുക്ക് ആവശ്യമില്ല. മെൻസ്ട്രുവൽ കപ്പ് നമുക്ക് തന്നെ നമ്മുടെ സൈസ് അനുസരിച്ച് നോക്കി നമുക്ക് സെലക്ട് ചെയ്ത് മേടിക്കാവുന്ന ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് സ്മോൾ, മീഡിയം, ലാർജ് എന്നിങ്ങനെയുള്ള ടൈപ്പ് ഉണ്ട്. അതിൽ നമുക്ക് കൂടുതൽ നമ്മൾ എങ്ങനെയാണ് സൈസ് സെലക്ട് ചെയ്യുക എന്നുള്ള ഒരു പേടി ഉണ്ടാവും ചിലപ്പോൾ. ഇപ്പോൾ സ്മോൾ ഉണ്ട്, മീഡിയം ഉണ്ട്, ലാർജ് ഉണ്ട്. ഓക്കെ, ജസ്റ്റ് നമ്മളെങ്ങനെയാണ് നമ്മുടെ സൈസ് നോക്കാമെന്ന് വിചാരിച്ചെങ്കിൽ നമ്മുടെ ജസ്റ്റ് 2 വിരൽ തന്നെ ഇതിങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ വെജൈനയ്ക്ക് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് നമ്മുടെ പൊസിഷൻ അറിയാം. അതായത് വെജൈന മുതൽ നമ്മുടെ സെർവിക്സിൻ്റെ അറ്റം വരെ, വെജൈന മുതൽ സെർവിക്സ് വരെയുള്ള നമ്മുടെ അകലം, അതിനെയാണ് നമ്മുടെ മെൻസ്ട്രുവൽ കപ്പിൻ്റെ സൈസായിട്ട് കണക്കാക്കേണ്ടത്. ഓക്കെ, അത് നമുക്ക് നമ്മുടെ ഫിംഗർ വെച്ചിട്ടാണ് നമുക്ക് കണക്ക് കൂട്ടി നമുക്ക് അതിനനുസരിച്ചുള്ള സ്മോൾ ആണോ, മീഡിയം ആണോ, ലാർജ് ആണോ വേണ്ടതെന്ന് നമുക്ക് അങ്ങനെ സെലക്ട് ചെയ്യാനും സാധിക്കും. നമ്മളിതിൽ സ്മോൾ സൈസ് പറയുവാണെന്നുണ്ടെങ്കിൽ സ്മോൾ സൈസ് കുറച്ചും കൂടിയും തിന്നായ ആൾക്കാർ, മെലിഞ്ഞ ആൾക്കാർക്കാണ് കുറച്ചും കൂടിയും ആപ്റ്റായിട്ടുണ്ടാവുക. അതിൻ്റെ ഒപ്പം തന്നെ സെക്ഷലി ആക്റ്റീവ് അല്ലാത്ത ആൾക്കാർ, അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ചെയ്യുന്നത് 15 years എബോവ് അല്ലെങ്കിൽ ടീനേജേഴ്സ്, ആ ഒരു കാറ്റഗറിപ്പെട്ട ആൾക്കാർക്കാണ് സ്മോൾ സൈസ് വേണ്ടി വരിക എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഈ മീഡിയം സൈസ് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കല്യാണം കഴിഞ്ഞവരും അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വെജിനലി ബർത്ത് നൽകാത്ത ആൾക്കാർക്കാണ് കൂടുതലും മീഡിയം യൂസ് ചെയ്യാമെന്ന് ഇവർ പറയുന്നത്. പക്ഷേ അതൊന്നും എനിക്ക് അത്ര ആപ്റ്റായിട്ട് തോന്നുന്നില്ല. കാരണം ഞാൻ സ്മോൾ സൈസാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് നമ്മുടെ സെർവിക്സിൻ്റെയും വെജൈനയും തമ്മിലുള്ള ആ ഒരു എന്താ പറയുക അകലാണ് നമ്മൾ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ലീക്കേജ് എങ്ങനെയാണ്, ഭയങ്കര ഫ്ലോ ഉണ്ടോ, ഫ്ലോ കുറവാണോ, അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് സെലക്ട് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഓക്കെ, ലാർജ് സൈസ് പറയുന്നത് ഇവർക്ക് വെജൈന വഴി നാച്ചുറൽ ബർത്ത് നൽകിയ ആൾക്കാരും അതിൻ്റെ ഒപ്പം തന്നെ 30 years എബോവ് ഉള്ള ആൾക്കാർക്കുമാണ് ഇതിൽ ഇവർ പറയുന്നത് ജസ്റ്റ് ഇത് സൈസ് ഓക്കെ ആവുമെന്ന് പറയുന്നത്. പക്ഷേ അതിലൊന്നും അത്രയും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല. ഇപ്പോൾ വളരെ മെല്ലിച്ച ആൾക്കാർക്കും ചിലപ്പോൾ ലീക്കേജ് ഫ്ലോ ഭയങ്കര കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് നിങ്ങളനുസരിച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ ജസ്റ്റ് സെർവിക്സിൻ്റെ അളവും അങ്ങനെയൊക്കെ നോക്കി വെജൈന ടു സെർവിക്സിൻ്റെ ഉള്ള അകലം ഒക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾ മെൻസ്ട്രുവൽ കപ്പ് സജസ്റ്റ് ചെയ്ത് മേടിക്കായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഓക്കെ, നമ്മളിപ്പോൾ കടയിൽ നിന്ന് എത്ര നല്ല കടയിൽ നിന്ന് മേടിച്ചതായാലും ഇപ്പോൾ പുതിയതാണിച്ചാൽ പോലും നമ്മൾ പ്രത്യേകിച്ച് നമ്മളൊരു ഇൻറ്റിമേറ്റ് സെൻസിറ്റീവ് ഏരിയയിലാണ് നമ്മൾ ജസ്റ്റ് ഇത് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് മേടിച്ച ഉടനെ തന്നെ അത് നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഒരു 3 മിനിറ്റോളം വെള്ളത്തിലിട്ട് നല്ല രീതിക്ക് തിളപ്പിക്കുക. അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട പ്രോസസ്സിലേക്ക് കടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ദെൻ അത് കഴുകി കളഞ്ഞാൽ പോലും നിങ്ങളുടെ കൈയും വിരലുകളും നല്ല വൃത്തിയായിട്ട് കഴുകുക. അതിൻ്റെ ഒപ്പം തന്നെ നഖമുള്ള ആൾക്കാർ പരമാവധി അത് വെട്ടി കളഞ്ഞിട്ട് യൂസ് ചെയ്യാണ് കുറച്ചുകൂടി നല്ലത്. അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഉള്ളിലേക്ക് നമുക്ക് ജസ്റ്റ് മുറിവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ വിരലുകൾ കൊണ്ട് ഇൻഫെക്ഷൻ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. സോ അതും കൂടി നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഓക്കെ, അതിന് മുമ്പ് ഞാൻ മേടിച്ച മെൻസ്ട്രുവൽ കപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, യെസ്, ഇത് സീറോണയുടെ പാഡ് ഫ്രീ പീരിയഡ്സ് ഉണ്ട് വിത്ത് നോ റാഷസ്, ലീക്കേജ് ഓർ ഓഡോർ എന്ന് പറഞ്ഞിട്ടുള്ള മെൻസ്ട്രുവൽ കപ്പാണ് ഇത് മേടിച്ചിട്ട് ഞാൻ കുറച്ചായി. ഇത് 8 to 10 hours പ്രൊട്ടക്ഷൻ പറയുന്നുണ്ട്. വെരി എക്കണോമിക്കൽ. തന്നെ ഇത് പുറത്ത് കാണിക്കുന്നത് ഞാനിത് സ്മോളാണ് മേടിച്ചിരിക്കുന്നത് കേട്ടോ. ഇത് ഓപ്പൺ ചെയ്ത് കണ്ടിട്ടുണ്ട് വെച്ചാൽ ഇത് ഞാനിപ്പോൾ ഓൾറെഡി യൂസ് ചെയ്ത കാരണം ഇപ്പോൾ ഇതിലേക്കാണ് ഇങ്ങനത്തെ ഒരു പൗച്ച് കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ. പക്ഷേ ഈ സംഭവം വന്നിട്ട് വേറൊരു പ്ലാസ്റ്റിക് കവറിലാണ് ഇത് വരിക. സോ അതിനുശേഷം നമ്മളിത് യൂസ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് വെക്കേണ്ടതാണ്. ഇത് വന്നിട്ട് ജസ്റ്റ് ഇതിൻ്റെ യൂസ് ചെയ്യേണ്ട പ്രോസസ്സിൻ്റെ ഒരു പേപ്പറിൽ വന്നിട്ടുണ്ട്. ഇതാണ് മെൻസ്ട്രുവൽ കപ്പ് വന്നിട്ട് ജസ്റ്റ് അതിന് ശേഷം നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്തതിന് ശേഷം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് വയ്ക്കാവുന്നതാണ്. ഇത് ഒരു തവണ നമ്മൾ തിളപ്പിച്ച് വൃത്തിയാക്കി യൂസ് ചെയ്താൽ പോലും ഇത് നമ്മുടെ പീരിയഡ്സിന് ശേഷം നമ്മൾ ഇത് എടുത്ത് വെക്കുമ്പോഴും ഇത് അത്യാവശ്യം നല്ല രീതിക്ക് 3 മിനിറ്റോളം തിളപ്പിച്ചതിന് ശേഷം വേണം പൗച്ചിലിട്ടിട്ട് ജസ്റ്റ് സേഫായിട്ട് വെക്കാനായിട്ട്. ജസ്റ്റ് ഞാൻ മെൻസ്ട്രുവൽ കപ്പ് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. ഈ സംഭവം മെൻസ്ട്രുവൽ കപ്പ് എന്ന് പറഞ്ഞ സംഭവം ഇതാണ്. ഇതിൽ ജസ്റ്റ് വെന്റിലേഷന് വേണ്ടിയിട്ട് ഒരു 4 ഹോള് കൊടുത്തിട്ടുണ്ട് ഈ സംഭവം. അത് നമുക്ക് കുറച്ചും കൂടി പുറത്തേക്ക് എടുക്കുമ്പോൾ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആവും ഈ വെന്റിലേഷൻ കൊടുത്തിട്ടുള്ളത്. ദെൻ ഇതിൽ തന്നെ നമുക്ക് അളവുകൾ കൊടുത്തിട്ടുണ്ട്. ഐ മീൻ ഇതിൽ ഈ കപ്പിൽ എത്രത്തോളം ഫ്ലൂയിഡ് നമുക്ക് കളക്ട് ചെയ്യുന്നുണ്ടെന്നുള്ള അളവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. എത്രത്തോളം നമുക്ക് മെൻസ്ട്രേഷൻ കുറവാണോ കൂടുതലാണോ എന്ന് നമുക്ക് അങ്ങനെ ഒരു അളവും ഇതിൽ കാണുന്നുണ്ട്. ദെൻ ഈ ഒരു സംഭവം എല്ലാത്തിലും ഉണ്ടാവുന്നതാണ് ഈ ഒരു സംഭവം. ഇത് കുറച്ചും കൂടിയും ജസ്റ്റ് ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യുന്ന സാധനം. ഇത് നമുക്ക് പുറത്തേക്ക് എടുക്കാനും അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാനും കുറച്ചും കൂടിയും നല്ലതാണ് ഈ ഒരു പെർട്ടിക്കുലർ ഈ ഒരു എന്താ പറയുക
ആ സാധനത്തിൻ്റെ തുമ്പ്. ഓക്കെ, ഇതാണ് ഞാൻ മേടിച്ചിട്ടുള്ള മെൻസ്ട്രൽ കപ്പ്. ഇത് സീറോണയുടെ ആണ് മെൻസ്ട്രൽ കപ്പ് വന്നിട്ട്. ഇത് ആമസോണിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. ഇത് 349 അങ്ങനെ എനിക്ക് കിട്ടിയായിരുന്നു. ഇത് 400 rupees 399 ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട്. പക്ഷേ എനിക്ക് ഇത് 349 350 ഉള്ള എനിക്ക് ഈ എമൗണ്ട് കിട്ടിയായിരുന്നു. ഇതിന് അത്രയും റേറ്റ് ഓഫറിൽ മേടിച്ചപ്പോൾ അത്രയും എമൗണ്ടിൽ കുറവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആമസോണിൽ നിന്നാണ് ഞാൻ ഇത് പർച്ചേസ് ചെയ്തത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാവും, പേടി ഉണ്ടാവും. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യമായിട്ട് ഇത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും പേടി ഉണ്ടാവും. അതുകൊണ്ട് ഇത് എങ്ങനെ ചെയ്യും, എങ്ങനെ ആക്കും എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടാവും. സോ ഒരു ടെൻഷനും വേണ്ട, മൈൻഡ് റിലാക്സ് ചെയ്ത് വെക്കുക ഫസ്റ്റ് ഓഫ് ഓൾ. അതിനുശേഷം ഞാനിത് സജസ്റ്റ് ചെയ്യുന്ന 2 പൊസിഷനിലാണ് നമുക്കിത് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഒന്ന് സ്ക്വാറ്റ് പൊസിഷനാണ്. അത് നമ്മൾ ജസ്റ്റ് നമ്മുടെ യൂറോപ്യൻ ക്ലോസറ്റ് അല്ലാണ്ട് ഇന്ത്യൻ ക്ലോസറ്റിൽ നമ്മൾ ഇരിക്കില്ലേ, അതേ മോഡൽ ഇരുന്നിട്ട് ജസ്റ്റ് ഇത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അതല്ലാത്ത പക്ഷം നമുക്ക് രണ്ടാമത് ചെയ്യുന്നത് ഒരു കാല് താഴെയും ഒരു കാല് ഒരു സ്റ്റൂളിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉയരമുള്ളതിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ടും നമുക്ക് ജസ്റ്റ് ഇതിൽ ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞത് ഈ മോഡലിലാണ്. ജസ്റ്റ് നിങ്ങളത് ഇത് സ്ക്വാട്ടിങ് പൊസിഷനാണ്, ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കണ പോലെ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരു കാല് താഴെ വെച്ചിട്ട് ഒരു കാല് ഇത്തിരി ഉയർത്തയിൽ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് ജസ്റ്റ് അത് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ജസ്റ്റ് ഈ മെൻസ്ട്രൽ കപ്പ് എടുക്കുക. എങ്ങനെയാണ് ഇത് ഫോൾഡ് ചെയ്ത് ഇൻസേർട്ട് ചെയ്യണമെന്ന് നമുക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഇങ്ങനെയാണ് ഒരു മെൻസ്ട്രൽ കപ്പ് ഇരിക്കുന്നത്. ഫോക്കസ് ആവുന്നില്ലല്ലോ. ഓക്കെ, ഇങ്ങനെയാണ് മെൻസ്ട്രൽ കപ്പ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു വെൻറ്റിലേഷനൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ നോർമലി 2 മോഡലാണ് നമുക്ക്. 2 മോഡലിലാണ്, കുറേ മോഡലുണ്ട്, ഒരു 5-6 മോഡലുണ്ട് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യാനുള്ള പോർഷൻസ് ഉണ്ട് ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് പിടിക്കുന്നത്. പക്ഷെ കുറച്ചും കൂടി നല്ലത് 2 മോഡലുകളാണ്. അതാണ് കുറച്ചും കൂടി നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ വന്നിട്ട് ജസ്റ്റ് മെൻസ്ട്രൽ കപ്പ് ഇങ്ങനെ പിടിക്കുക. അത് ജസ്റ്റ് പിടിക്കേണ്ട സംഭവം ഇങ്ങനെ ജസ്റ്റ് നോർമൽ നമ്മൾ സീ ഫോൾഡ് എന്ന് പറയും. സീ ഫോൾഡ് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ പിടിക്കുക. കണ്ടോ, ഇങ്ങനെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് വെജൈന വിചാരിക്കുക. നമ്മൾ ജസ്റ്റ് ഇത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ കണ്ടോ ഒരു പോപ്പ് സൗണ്ട് കേട്ടതുണ്ടോ? അത് ജസ്റ്റ് കറക്റ്റ് ഇങ്ങനെ സക്ക് ചെയ്ത്, അതായത് അവിടെ സക്ഷൻ നടന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ജസ്റ്റ് പോപ്പ് സൗണ്ട് കേൾക്കുമ്പോൾ ജസ്റ്റ് അവിടെ സക്ഷൻ നടന്നു എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഓക്കെ, ഇതാണ് ഒരു മോഡൽ. സെക്കൻഡ് വന്നിട്ട് ജസ്റ്റ് നമുക്ക് ഇത് തന്നെ ജസ്റ്റ് ഇതിൻ്റെ തുമ്പ് ഭാഗം, മോൾ ഭാഗം ജസ്റ്റ് നമ്മൾ ഇങ്ങനെ എടുത്ത് പിടിക്കും. കണ്ടോ, ഇങ്ങനെ എടുത്ത് പിടിച്ച് ഇങ്ങനെ കണ്ടോ. ഇതാണ് ജസ്റ്റ് രണ്ടാമത്തെ രീതി വന്നിട്ട്. ഇതും സെയിം തന്നെ. നമ്മൾ ജസ്റ്റ് നമ്മുടെ വെജൈന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെജൈനയ്ക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് പതുക്കെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെയും ഒരു പോപ്പ് സൗണ്ട് വരും. അതപ്പോൾ കറക്റ്റ് സെർവിക്സിൻ്റെ ആ ഭിത്തിയിലേക്ക് സെക്ഷൻ നടന്നു, കറക്റ്റ് ഇങ്ങനെ പിടിച്ചിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഓക്കെ, അങ്ങനെയാണ് കറക്റ്റായിട്ട്. ഈ 2 മോഡലാണ് കുറച്ചും കൂടി ആപ്റ്റായിട്ട് വരുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ രണ്ടാമത്തെയാണ്. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ ജസ്റ്റ് ഇങ്ങനെ ചെയ്തിട്ടുള്ള ഈ ഒരു ഓപ്ഷനാണ്. പഞ്ച് ഡൗൺ എന്നാണ് ഇതിനെ പറയുന്നത്. ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുക. ഇതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. ഓക്കെ, നമുക്കിത് എങ്ങനെയാണ് ഇതിനെ ഇൻസേർട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പറഞ്ഞല്ലോ നമുക്ക് മൈൻഡ് റിലാക്സ് ചെയ്യാം. ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക, വീണ്ടും ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. റിലാക്സേഷൻ അത് ഭയങ്കര ഒരു പ്രോബ്ലമാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. കാരണം നമുക്ക് ടെൻഷൻ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെൽവിക് സൈഡ് മുറുകും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ വേദന നല്ല രീതിക്ക് അനുഭവപ്പെടാനായിട്ട് ചാൻസ് കൂടുതലാണ്. സോ അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക, മൈൻഡ് റിലാക്സ് ചെയ്യുക. അതിന് മുമ്പ് നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ട ഒരു സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഇൻസേർട്ട് ചെയ്യാൻ പോണേക്കാൾ മുമ്പ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് ജസ്റ്റ് ഒരു തണുത്ത വെള്ളത്തിലൊന്ന് കഴുകാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മൈൻഡ് ഒന്ന് റിലാക്സ് ആയി കിട്ടും, ഒന്ന് ശരീരം ഒന്ന് തണുക്കും. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് കൂളായിരിക്കും നിങ്ങളുടെ മൈൻഡ് ഒന്ന്. അപ്പോൾ അതൊന്നും നന്നായിരിക്കും, ആ ഒരു ഓപ്ഷൻ നല്ലതായിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കുളി കഴിഞ്ഞിട്ടായാലും അല്ലെങ്കിൽ ആ ഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് വെച്ചാൽ പോലും ഡ്രൈ ആവാൻ ഭയങ്കര സെൻസിറ്റീവ് ഏരിയ അല്ല, അപ്പോൾ ഡ്രൈ ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ലൂബ്രിക്കൻസ് ഇല്ലെന്നെങ്കിൽ ഇത് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഭയങ്കര പാടായിരിക്കും, പെയിൻഫുൾ ആയിരിക്കും താനും, പാടായിരിക്കും. ഇൻസേർട്ട് ചെയ്യാൻ അത്ര എളുപ്പമാവില്ല. ഒന്നില്ലെന്നുണ്ടെങ്കിൽ വാഷ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ലൂബ്രിക്കൻസ് ആവണ വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അതല്ലാത്ത പക്ഷം നമുക്ക് വേണമെങ്കിൽ ലൂബ്രിക്കൻസ് നമുക്ക് സെപ്പറേറ്റ്ലി നമുക്ക് യൂസ് ചെയ്യാം. ഒരിക്കലും ഓയിൽ യൂസ് ചെയ്യരുത്. ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സക്ഷൻ നടക്കില്ല അവിടെ.
അത് ജസ്റ്റ് ഒന്ന് ഇച്ചിരി ജസ്റ്റ് സെക്ഷൻ നടന്നില്ലെങ്കിൽ ചിലപ്പോൾ ലീക്കേജ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒരിക്കലും നിങ്ങൾ ഓയിൽ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ദെൻ നെക്സ്റ്റ് വേണ്ടത് പോപ്പ് സൗണ്ടാണ്. അത് പോപ്പ് സൗണ്ട് ഭയങ്കര ക്ലിയർ ആയിട്ട് കേൾക്കണം എന്നാണ് പറയണത്. പക്ഷേ എൻ്റെ ഒന്നും കേട്ടിരുന്നില്ല പോപ്പ് സൗണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഒരു മേജർ ഏരിയ ആണെന്നാണ് പറഞ്ഞിട്ട് ബാക്കിയുള്ളവർ പറയുന്നത്. പക്ഷേ എനിക്കൊന്നും കേട്ടിരുന്നില്ല. അപ്പോൾ ദെൻ എനിക്കൊരു ലീക്കേജ് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. സോ അതും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ദെൻ നെക്സ്റ്റ് വരുന്ന പ്രോബ്ലം വെച്ചിട്ടുണ്ടെങ്കിൽ ഹൗ ടു റിമൂവ് ചെയ്യണത് എങ്ങനെയാണ്. അതൊരു പേടി സ്വപ്നമായിട്ട് നിൽക്കുകയാണെന്നുള്ളൊരു ചിന്താഗതി ഉണ്ട് ചിലർക്കൊക്കെ. പക്ഷെ അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് സെയിം പ്രോസസ്സ് തന്നെയാണ്. നിങ്ങൾ നേരത്തെ അതേപോലെ തന്നെ ഇപ്പോൾ ഇൻസേർട്ട് ചെയ്യണ പോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇരിക്കുക. ദെൻ അത് ഒന്നില്ലെങ്കിൽ സ്ക്വാട്ട് പൊസിഷൻ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ മേല് കാല് വെച്ചിട്ട് ജസ്റ്റ് റിമൂവ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ നിങ്ങൾ റിമൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ മെൻസ്ട്രൽ കപ്പ് ജസ്റ്റ് ഞാൻ കാണിക്കാം. ജസ്റ്റ് മെൻസ്ട്രൽ കപ്പ് ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ ഇത് ഇൻസേർട്ട് ആയിട്ടിരിക്കുകയാണെങ്കിൽ ഈ സംഭവം താഴത്തോട്ട് തന്നെയായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അതായത് ഇത്രയും ഭാഗേ നമ്മുടെ വശനക്കകത്ത് ജസ്റ്റ് ഇൻസേർട്ട് ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇതിവിടെ പിടിക്കുമ്പോൾ ഇവിടെ ലൈനിങ് കണ്ടോ, ആ ലൈനിൻ്റെ അടുത്ത് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പിൻ ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ സെക്ഷൻ ഒന്ന് വിടിയിക്കും. ഓക്കെ, ദെൻ ഇവിടെ ഈ കൊടുത്തിരുന്ന വെന്റിലേഷൻ കുറച്ചും കൂടി ആ ഒരു ഓപ്പൺ അപ്പ് ചെയ്യാനായിട്ട് കുറച്ചും കൂടിയും എളുപ്പമാണ് ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന വെന്റിലേഷൻ കൊടുത്തിരിക്കുന്നത്. സോ അത് പതുക്കെ ഒന്ന് പുൾ ഡൗൺ ചെയ്യുക. ടപ്പേന്ന് പറഞ്ഞ് വലിക്കരുത്, ദെൻ പെയിൻഫുൾ ആവും. അതുപോലെ സെർവിക്സ് ഇത്തിരി ഇറങ്ങിയവർക്കൊക്കെ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഓക്കെ, ദെൻ പെട്ടെന്ന് ടപ്പേന്ന് വലിക്കാതെ നിങ്ങൾ പതുക്കെ പുൾ ഡൗൺ ചെയ്തിട്ട് പതുക്കെ വലിച്ച് ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് ജസ്റ്റ് അതായത് ഇങ്ങനെയാണല്ലോ ഇപ്പോൾ സംഭവം ഇരിക്കണത്. ഇങ്ങനെ പിടിച്ചിട്ട് പതുക്കെ വലിക്കുക. ദെൻ അപ്പോൾ ഇതിൽ ജസ്റ്റ് മെൻസ്ട്രൽ ബ്ലഡ് ഉണ്ടാവും. ദെൻ അത് നിങ്ങൾ ഡിസ്പോസ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. അത്രയേ ഉള്ളൂ പ്രൊസീജിയർ. ദെൻ സെയിം തന്നെ ഇത് നല്ലൊരു ചൂടുള്ള വെള്ളത്തിലൊന്നും കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ചെറിയൊരു വെള്ളത്തിൽ കഴുകുക. ദെൻ ആഫ്റ്റർ ദാറ്റ് ഇത് നിങ്ങൾക്ക് റീഇൻസേർട്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് എൻ്റെ അനുഭവമാണ് കേട്ടോ. ഞാൻ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാനായിട്ട് ഞാൻ പൊതുവേ ഭയങ്കര പേടിത്തോണ്ടിയാണ്. ചില കാര്യങ്ങളിൽ ഭയങ്കര പേടിത്തോണ്ടിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു, ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത് ഞാനിപ്പോൾ ഒരു കുറേ മാസമായി ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നു. പക്ഷേ എനിക്ക് യൂസ് ചെയ്യാനുള്ള പേടി കൊണ്ട് ഞാൻ ചെയ്യാതിരുന്നതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അതാണ് സത്യാവസ്ഥ. പക്ഷേ എനിക്കത് നമ്മൾ വെറുതെ മേടിച്ചുകൊണ്ട് വെച്ചിട്ട് കാര്യമില്ല. 1400 രൂപ കൊണ്ട് മേടിച്ചുകൊണ്ട് വെച്ചിട്ട് യൂസ് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ എന്താ കാര്യം. അപ്പോൾ ഞാൻ പീരിയഡ്സ് ആവണേക്കാളും ഒരു മാസം മുന്നേ കൂട്ടി ഞാനത് യൂസ് ചെയ്യാൻ നോക്കി. ഇപ്പോൾ 1 പ്രാവശ്യം ചെയ്തു, 2 പ്രാവശ്യം ചെയ്തു, 3 പ്രാവശ്യം ചെയ്തു, 4 പ്രാവശ്യം ചെയ്തു, നടക്കണില്ല. കഷ്ടപ്പെട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ടെൻഷൻ കൂടുതലുകൊണ്ടാണ്. ഒന്ന് റിലാക്സ് ചെയ്ത് നമുക്ക് നോക്കി നോക്കാം എന്നൊക്കെ ലെവലിൽ ജസ്റ്റ് ഇങ്ങനെ റിലാക്സ് ഒക്കെ ചെയ്ത് പതുക്കെ ഒന്നിങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് ഊരാൻ പേടി. അതായത് മീൻസ് ഊരാൻ പോകുമ്പോൾ ദൈവം ഇനിയിപ്പോൾ ഗർഭപാത്രമൊക്കെ പുറത്തേക്ക് ചാടി വന്നാണെന്നുള്ളവർക്ക് പേടി, അങ്ങനെ ഒരു പേടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് എന്താ പറയുക ഡ്രോപ്പ് ഔട്ട് ചെയ്തു. കുറച്ച് നേരം ഇങ്ങനെ നടന്ന് പതുക്കെ അങ്ങനെ, അതായത് ഞാൻ പീരിയഡ്സ് ആവണേക്കാൾ മുമ്പ് ട്രൈ ചെയ്തു കേട്ടോ. അപ്പോൾ അതൊക്കെ എന്നിട്ട് വലിച്ചപ്പോൾ അത് എനിക്ക് യൂസായി തോന്നി. കാരണം എനിക്ക് ഒരുപാട് വേദന ഒന്നും എടുത്തില്ല. പിന്നെ ഇൻസേർട്ട് ചെയ്തു, then വീണ്ടും പതുക്കെ ഒന്നുകൂടി. അപ്പോൾ വലിയ കുഴപ്പമില്ല. പിന്നെ നമ്മളിത് പാഡ് യൂസ് ചെയ്യുന്ന പോലെ ഒരു 5-6 മണിക്കൂർ കഴിയുമ്പോൾ മാറ്റണമെന്നൊന്നുമില്ല. നമുക്കിപ്പോൾ ഒരു 8 to 10 hours നമുക്ക് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഏറ്റവും ബെസ്റ്റ് നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസിലും ഇതിൽ നമുക്ക് ചെയ്യാം എന്നാണ് ഏറ്റവും ഇതിൻ്റെ ഒരു പോസിറ്റീവായൊരു കമൻറ്റ് വന്നിട്ട്. ദെൻ അത് നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് ഈ ബസ്സിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരും സ്കൂൾ സ്റ്റുഡൻസും കോളേജ് സ്റ്റുഡൻസും ഒക്കെ ഭയങ്കരമായിട്ട് ഒരു യക്ക് എന്ന് തോന്നുന്നൊരു ഒരു സംഭവമാണ് പീരിയഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതങ്ങനെ നമുക്ക് പീരിയഡ്സ് ആണെന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റാണ്. പിന്നെ ലീക്കേജ് ഉണ്ടാവുമോ എന്നുള്ളൊരു പേടി വേണ്ട. ദെൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരാണെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും ഈ പെൻസിൽ കപ്പ് യൂസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ജസ്റ്റ് ഒരു സാനിറ്ററി പാഡോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മിനി പാഡൊക്കെ യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടി നന്നായിരിക്കും. അതാണ് എൻ്റെ ഒരു സജഷനാണ് കേട്ടോ. ദെൻ അത് പിന്നെ പ്രാക്ടീസായി പിന്നെ പ്രശ്നമില്ല. പക്ഷേ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് പേടിയുണ്ടെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. സോ ഇത്രയാണ് എനിക്ക് മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് പറയാനായിട്ടുള്ള എൻ്റെ അനുഭവം. വന്നിട്ട് ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റ് ഇല്ല. അടിപൊളി നല്ല കിഡിലൻ സാധനമാണ്. സാനിറ്ററി പാഡിനേക്കാളും ടാമ്പോൺസിനേക്കാളും എന്തുകൊണ്ടും ബെസ്റ്റാണ്. റാഷസ് ഉണ്ടാവില്ല, വേറെ തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടാവില്ല, ഭയങ്കര എക്കോജനിക്കലാണ്, എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. നമുക്ക് തന്നെ നമ്മുടെ ബോഡിയിലൊന്നും ഇൻസേർട്ട് ചെയ്തു എന്നുള്ളൊരു തോന്നലുണ്ടാവില്ല. ആദ്യത്തെ 2 ദിവസം എന്തായാലും ഉണ്ടാവും കേട്ടോ. കുറച്ച് പെയിനും ഉണ്ടാവും, കുറച്ച് മീൻസ് എന്തോ സംഭവം നമ്മുടെ ശരീരത്തിലുണ്ട് എന്നുള്ളൊരു തോന്നലും ഉണ്ടാവും.
ഓക്കെ, അപ്പോൾ ഇന്നത് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു തോന്നലുണ്ടാവില്ല. സോ അതാണ് സത്യാവസ്ഥ. സോ ഇത്രയാണ് എനിക്ക് മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാനുള്ളത്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ? വീഡിയോ ഇഷ്ടപ്പെടുവാണ് നിങ്ങൾ ജസ്റ്റ് ലൈക്ക് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. യാതൊരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞ തെറ്റുണ്ടെങ്കിലും തെറ്റില്ലെങ്കിലും ജസ്റ്റ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. സോ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ ഒരു ചാനൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സി യു.